നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ അംഗത്വം എല്ലാവരും എടുക്കണം, മെമ്പർഷിപ്പ് എടുക്കണം. 89 രൂപ അടച്ചാൽ നിങ്ങൾക്ക് സിൽവർ മെമ്പർഷിപ്പ്, ബേസ് മെമ്പർഷിപ്പ് കിട്ടും. സാധാരണ ഓർഡിനറി മെമ്പർഷിപ്പ് കിട്ടും. ഒരു 199 രൂപ അടച്ചാൽ ഗോൾഡൻ മെമ്പർഷിപ്പ്. 1999 രൂപ, അത് കുറച്ചൊരു ചെറിയ എമൗണ്ടാണ്, കുറച്ച് ഭേദപ്പെട്ടൊരു എമൗണ്ടാണ്. അത്രയും അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ കുറച്ച് പേര് ഞങ്ങൾക്ക് അംഗത്വം എടുക്കുക. ഞങ്ങൾ വലിയ സംഭവം ആയതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറയുന്നതല്ല. മെമ്പർഷിപ്പ് എടുത്താൽ ഞങ്ങൾക്കൊരു ഇൻകം വരും എന്നുള്ളത് കൊണ്ടാണ് മെമ്പർഷിപ്പ് എടുക്കണം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ആഗോള തലത്തിൽ നടക്കുന്ന വലിയ ചർച്ചകളാണിപ്പോൾ എല്ലാ ചാനലുകളും പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. സോവിയറ്റ് റഷ്യ, പഴയ സോവിയറ്റ് റഷ്യ, ഇപ്പോഴത്തെ റഷ്യ, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചൈനയിൽ വെച്ച്, ബെയ്ജിങ്ങിൽ വെച്ച് 50 മിനിറ്റ് നേരെ, ഏകദേശം 1 മണിക്കൂറോളമാണ് കാറിലിരുന്ന് സ്വകാര്യമായി സംസാരിച്ചത്. അങ്ങനെ സ്വകാര്യമായി സംസാരിച്ചതിൻ്റെ ഭാഗമായി വീണ്ടും വലിയ തോതിൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു. ബാരലിന് 4 രൂപ വരെ കുറയുന്നു പൈസ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തുകയാണ് അവർ കുറയ്ക്കുന്നത്. അങ്ങനെ കുറച്ച് വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എണ്ണ വാങ്ങാൻ പറ്റും. നമ്മുടെ എണ്ണ ഉപയോഗത്തിൽ ആളുകൾക്ക് പെട്രോളും ഡീസലും ഒക്കെ മിതമായ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. അമേരിക്കൻ കമ്പനികൾ ഇറാനിലും സൗദിയിലുമുണ്ട്, പെട്രോളിയം കമ്പനികൾ. ആ കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഇന്ധനം വാങ്ങിയിരുന്നത്, കൂടുതൽ എണ്ണ. ഒരു 10-15% മാത്രമേ നമ്മൾ സോവിയറ്റ് റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അതിപ്പോൾ ഒരു 40%, പിന്നെ 24%, ഇപ്പോൾ അത് 40%-ത്തിൽ കൂടുതലേക്ക്, 50%-ത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണ നമ്മളോട് വാങ്ങണമെന്ന് പറഞ്ഞത് അമേരിക്ക തന്നെയാണ്. നിങ്ങൾ സോവിയറ്റ് റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഒരു ഘട്ടത്തിൽ. പക്ഷേ നമ്മൾ സീരിയസ് ആയി വാങ്ങി തുടങ്ങിയപ്പോൾ റഷ്യയുടെ കയ്യിൽ ഒരുപാട് പണം വരികയും ആ പണം ഉക്രൈനെതിരെ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, അല്ലെങ്കിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നമുക്ക് ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ എന്നിട്ടും നമ്മൾ വിട്ടില്ല. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ കൂടുതൽ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. നമുക്കതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടിത്തുടങ്ങി. എണ്ണ വില നമുക്കിനിപ്പോൾ ജനങ്ങൾക്ക് എത്ര കുറച്ച് കൊടുക്കും എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. എന്തായാലും എണ്ണ കുറഞ്ഞ വിലയ്ക്ക് തരാൻ റഷ്യ തയ്യാറായിരിക്കുന്നു. അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഇനി വ്യാപാര കരാറുകളുണ്ട് റഷ്യയുമായിട്ട്. ഇന്ത്യ, ചൈന, റഷ്യ ബന്ധമുണ്ട്. ഇതെല്ലാം വരുന്ന വർഷങ്ങളിൽ 2025-26 വർഷം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്ന വർഷമാണ്. ആ സഖ്യത്തിൻ്റെ ലീഡർ സ്ഥാനത്ത് നരേന്ദ്രമോദിയുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രിയുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ ഷാങ്ഹായിൽ കടന്ന ചർച്ച നടക്കുമ്പോൾ തന്നെ അറിയാം, പാകിസ്ഥാൻ പ്രസിഡന്റിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും ആരും പോകുന്നില്ല. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചുറ്റിപ്പറ്റി ലോക നേതാക്കൾ സംസാരിക്കുന്നതും ഇദ്ദേഹം എല്ലാവരെയും മറ്റ് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. അതിനകത്തൊരു രസകരമായ കാര്യം, ബാക്കി എല്ലാവരും ഒരേ ടൈപ്പ് കോട്ടാണ് ഇട്ടിരിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദി ജുബ്ബയും ഓവർ കോട്ടുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി മാറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എവിടെ നിന്നാലും കാണാൻ പറ്റും, വീഡിയോകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ദേശീയ ചാനലുകളും അന്താരാഷ്ട്ര ചാനലുകളും യൂട്യൂബും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ഭാരതത്തിന് ഉള്ളത്. ചൈനയെ ചോദിയപ്പോൾ ചൈനയും ഇന്ത്യയും കൈകോർത്താൽ തന്നെ ലോകത്ത് വലിയ ലോക സമാധാനം വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം സോവിയറ്റ് റഷ്യ കൂടി ആകുമ്പോൾ കൊള്ളാം. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. അവർ ബാരലിന് വില കുറച്ച് നൽകാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സന്തോഷം നൽകുന്ന, നമുക്ക് വലിയ അഭിമാനപരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. നടക്കട്ടെ. റഷ്യ എന്നും ഉത്തമനായ സുഹൃത്തായി കൂട്ടാൻ കൊള്ളാം. ചതിയും വഞ്ചനയും ഇല്ലാത്ത രാജ്യമാണെന്ന് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും റഷ്യയെ വിശ്വസിക്കാം. റഷ്യ ഒരു നല്ല രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എണ്ണ നമുക്ക് കൂടുതൽ അവിടെ നിന്ന് വാങ്ങുന്ന, മറ്റ് കരാറുകളിൽ ഏർപ്പെടുന്ന രീതിയിലേക്കൊക്കെ രാജ്യം മാറിക്കഴിഞ്ഞു.